ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്ത് വരുന്ന ബെഡ്റൂമിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നോക്കുക, ഇത് നമ്മൾ അറ്റാച്ച് ചെയ്ത ബാത്റൂമാണ് വരുന്നത്. ബാത്റൂമിൻ്റെ അടുത്ത് വരുന്ന പ്ലഗും കാര്യങ്ങളും, അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്നത് ഇവിടെയാണ് നമ്മൾ എൻട്രൻസ് വരുന്നത്. വാതിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിക്കുക, അതിനുശേഷം മെയിൻ എൻട്രൻസ് ഇവിടെയാണ് വരുന്നത്. അവിടെ നിന്നൊക്കെയാണ് നമ്മുടെ സർക്യൂട്ട് വരുന്നത്. ഡയറക്റ്റായിട്ട് DBയിൽ നിന്നൊരു പൈപ്പ് ഡയറക്റ്റ് വരുന്നുണ്ട്. ആ വരുന്നതിന് ശേഷം നമുക്ക് ഇത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സ് ഐക്കൺ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സീലിംഗ് വരുന്ന ഓപ്ഷൻ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. 2 ഇഞ്ച് വരുന്നുണ്ട്. അതിൽ 1 ഇഞ്ച് നേരെ സെൻറ്ററിൽ വരുന്ന 1 ഇഞ്ച് നമ്മുടെ DBയിൽ നിന്ന് വരുന്ന പൈപ്പാണ്. പിന്നെ മുകളിൽ നിന്നും ഒരു 3/4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സീലിംഗ് ഇറങ്ങുന്ന പൈപ്പാണ്. ഇവിടെയാണ് നമ്മുടെ ഈ പറയുന്ന പൈപ്പാണ് നമ്മുടെ DBയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത്. അതിനുശേഷം താഴേക്ക് നമ്മൾ 2 ബോക്സാണ് വെച്ചിരിക്കുന്നത്. അത് കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 6 അടിയുടെ വരുന്ന കട്ടിലാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു പോയിൻ്റ് കൊടുത്തിട്ട് 2 സൈഡിലും കട്ടിലിൻ്റെ 2 സൈഡിലായിട്ട് 50 സെൻറ്റിമീറ്റർ വരുന്ന 2 സൈഡ് ടേബിൾ കൊടുത്തു. ഇതിൻ്റെ സെൻട്രലായിട്ട് സൈഡ് ടേബിൾ എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ 50 സെൻറ്റിമീറ്റർ സെൻട്രലായിട്ട് ബോക്സ് വന്നു. 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ, താഴെ നിന്ന് 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ഫിനിഷിങ് കിട്ടുന്നതെങ്കിൽ നമുക്കൊരു 65 സെൻറ്റിമീറ്ററിൽ നമ്മളിപ്പോൾ വയ്ക്കണം. 60 സെൻറ്റിമീറ്ററിൽ വെച്ചതിന് ശേഷം നമ്മൾ 2 സൈഡിലും 2 ബോക്സുകൾ വെച്ചു. അതിനുശേഷം നമ്മൾ മുകളിലായിട്ട് ഈ കട്ടിലിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മളൊരു ലൈറ്റ് പോയിൻ്റ്, അതായത് ഒരു പിക്ചർ ലാമ്പ് എന്ന് പറയുന്നത് കൊടുത്തു. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് 50 സെൻറ്റിമീറ്റർ നമ്മൾ സൈഡ് ടേബിൾ വെച്ചു. അതിനുശേഷം നമ്മൾ തൊട്ടപ്പുറത്ത് അതിന് ശേഷം 50 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷം 6 അടി വരുന്ന കട്ടിൽ കൊടുത്തു. അതിൻ്റെ തൊട്ടപ്പുറത്ത് കഴിഞ്ഞിട്ട് വീണ്ടും 50 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സൈഡ് ടേബിൾ കൊടുത്തു. ഇനി ഇതിൽ നിന്ന് വേറെ പോകുന്നത് നമ്മുടെ AC ഔട്ട് വരുന്നുണ്ട്. AC അപ്പുറത്താണ് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ AC ഔട്ട് നമ്മൾ പുറത്തേക്ക് തുളച്ചിട്ടിരിക്കുന്നു. പിന്നെ പുറത്തൊരു ലൈറ്റ് പോയിൻ്റ് വരുന്നുണ്ട്. ലൈറ്റ് പോയിൻറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 2 വേ കാര്യങ്ങളെല്ലാം കൺട്രോളിങ് കാര്യങ്ങൾ വരുന്നത്. 2 വേ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫാനും ഉണ്ടാവും, ഒരു ലൈറ്റും ഉണ്ടാവും. ഈ 2 കൺട്രോളിങ് നമ്മൾ കൊടുക്കുന്നത് 2 വേ കൺട്രോളിംഗ് വരുന്നത് മെയിൻ ബോക്സും അതുപോലെ തന്നെ തൊട്ട് താഴെ വരുന്ന നമ്മുടെ ബെഡ് സ്വിച്ചുമായിട്ടാണ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്നത് ഒരു 1 ഇഞ്ച് പൈപ്പ് നേരെ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. ബാത്റൂമിൻ്റെ ഏരിയയിലേക്ക് പോകണതിൻ്റെ അവിടെ ഒരു ലൈറ്റ് ഉള്ളതുകൊണ്ട് അവിടെ ഒരു 4 ബോക്സ് കൊടുത്തു. ആ ബോക്സിൽ നിന്ന് നേരെ നമ്മൾ തുളച്ച് അകത്തേക്ക് ഇട്ടിരിക്കുന്നു. അതൊരു ലൈറ്റായിട്ട് ബാത്റൂമിൻ്റെ ലൈറ്റ്. പിന്നെ നമ്മളിവിടെ ആ ബോക്സിന് താഴേക്ക് വന്നതിന് ശേഷം ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സാണ് നമ്മുടെ ബാത്റൂമിൻ്റെ എൻട്രൻസിൻ്റെ ലൈറ്റ് സ്വിച്ച് കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും താഴെയായിട്ട് ഫുഡ് ലാമ്പിന് വേണ്ടിയിട്ട് 2 മോഡ്യൂളിൻ്റെ ഒരു ബോക്സ് കൂടി കൊടുത്തു. ഇവിടെയാണ് നമ്മുടെ കബോർഡിൻ്റെ ഏരിയ വരുന്നുണ്ട്. ഫുഡ് ലാമ്പ് കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്തേക്ക് കബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ആ കബോർഡ് ഒഴിവാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലേക്ക് വരുന്ന 50 സെൻറ്റിമീറ്ററാണ് നമ്മുടെ കബോർഡിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ആ ഏരിയയിൽ തന്നെ നമ്മളൊരു എക്സ്ട്രാ പ്ലഗ് അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ലൈറ്റ് പോയിൻറ്റും വരുന്നത്. ആ പോയിൻറ്റ് നമ്മൾ നേരെ വലിച്ച് ഇവിടെ ഒരു കബോർഡിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു എക്സ്ട്രാ പ്ലഗ് വരുന്നുണ്ട്. അപ്പോൾ കബോർഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ടേബിൾ കബോർഡിൽ തന്നെ വൺ സൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും തൊട്ടടുത്ത് നമുക്ക് കബോർഡിൻ്റെ തൊട്ടടുത്ത് ഒരു എക്സ്ട്രാ പ്ലഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് ഉള്ള ലൈറ്റുകൾ, പിന്നെ സീലിംഗ് ലൈറ്റുകൾ. സീലിംഗ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതിനും പകരമായിട്ട് കോൺക്രീറ്റിൻ്റെ സീലിംഗ് ബോക്സുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. 4 കൊടുത്തിട്ടുണ്ട്. അത് 4 വയർ വലിച്ച് ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട് ഓൾറെഡി. അതിൽ നിന്ന് ലിങ്ക് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഫാനിൻ്റെ സീലിങ്ങും ഈ പറയുന്ന ലൈറ്റുകളുടെ നമ്മൾ കറക്റ്റ് ചെയ്ത് ഈ പറയുന്ന ബോക്സിലേക്ക് കറക്റ്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എൻട്രൻസിലേക്ക് വന്നാൽ നമ്മളൊരു 8 മോഡ്യൂളിൻ്റെ ബോക്സ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ബെഡ് സ്വിച്ചിൻ്റെ 2 സൈഡിലും ഏകദേശം 8 മോഡ്യൂളിൻ്റെ ബോക്സാണ് കൊടുത്തത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ അകത്താണ് വരുന്നത്. ബാത്റൂമിൻ്റെ അകത്ത് നമ്മളൊരു 6 മോഡ്യൂളിൻ്റെ ബോക്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വാട്ടർ ഹീറ്റർ, എക്സോസ്റ്റ്, അതുപോലെ തന്നെ പിന്നെ നമ്മൾ മിറർ ലാമ്പ് വരുന്നുണ്ട്. അതായത് വാഷ് ബേസിൻ്റെ മുകളിൽ വരുന്ന മിറർ ലാമ്പ്, എക്സോസ്റ്റ് വരുന്നത്. ഇതാണ് നമ്മളവിടുന്ന് തുളച്ചിട്ടിരിക്കുന്ന പൈപ്പ് നമ്മൾ ലിങ്ക് ചെയ്ത് ഒരു 4 ബോക്സ് വെച്ച് ഒരു ലൈറ്റ് പോയിൻ്റായി. അതിൽ നിന്ന് നേരെ കൊണ്ടുപോയി നമുക്കൊരു ഹീറ്ററിനൊരു ഓപ്ഷൻ കൊടുത്തു. അതിൽ നിന്നൊരു എക്സോസ്റ്റ് വെട്ടി മുകളിലേക്ക് പൊക്കിയിട്ടു. ഇനി അത് കഴിഞ്ഞ് അതിൽ നിന്ന് സ്റ്റേജ് അതേ 4 നിന്ന് എടുത്തതിന് ശേഷം നമ്മുടെ മെയിനിൽ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന ബോക്സിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ബോക്സിൽ നിന്ന് നേരെ വന്നതിന് ശേഷം നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന ബോക്സിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വയർ വലിക്കാനും ഒരുപാട് കട്ടിങ് ഇല്ലാത്ത രീതിയിലും എന്നാൽ മെയിൻ്റനൻസ് വളരെ സിമ്പിളായിട്ട് ചെയ്യാനും രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 മോഡ്യൂളിൻ്റെ ബോക്സാണ് ബാത്റൂമിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വരുന്നത് മിറർ ലാമ്പ്, വാഷ് ബേസിൻ്റെ മിറർ ലാമ്പ് വരും. 2 എക്സോസ്റ്റ് വരും. പിന്നെ വരുന്നത് വെച്ചാൽ ഹീറ്ററിൻ്റെ സ്വിച്ച്, ഒരു 1 വേ സ്വിച്ച് വരും. പിന്നെ വരുന്നത് വെച്ചാൽ ഒരു പ്ലഗും സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസും വരുന്നത്. പിന്നെ വാഷ് ബേസിന് തൊട്ടപ്പുറത്ത് ക്ലോസറ്റ്, അതിന് തൊട്ടപ്പുറത്ത് കുളിക്കുന്ന ഏരിയ. ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ബോക്സുകളും
ബാത്റൂമിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ ആണെങ്കിലും മെയിൻ സ്വിച്ചുകളെല്ലാം തന്നെ ബോക്സുകളെല്ലാം തന്നെ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബെഡിൻ്റെ 2 സൈഡിൽ വരുന്ന ബോക്സുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 65 സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. 65 സെൻറ്റിമീറ്റർ നമുക്ക് ഫിനിഷിംഗ് വരുന്ന സമയത്ത് നമുക്ക് 60 സെൻറ്റിമീറ്റർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ എൻട്രൻസിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് 130 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഫുഡ് ലാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ ബാത്റൂമിൻ്റെ ആ ഏരിയയിൽ വന്ന 2 മോഡ്യൂളിൻ്റെ ബോക്സാണ്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 25 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് എക്സ്ട്രാ പ്ലഗ് ആണ്. എക്സ്ട്രാ പ്ലഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 110 സെൻറ്റിമീറ്ററിലാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 4x4 PVC ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിൻറ്റിൽ കഴിഞ്ഞിട്ട് നേരെ മുകളിൽ കണ്ടോ നിങ്ങളൊരു 7 അടിയുടെ ഒരു ലിൻറ്റിലുണ്ടായിരുന്നു. 110 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ലിൻറ്റിലുണ്ടാവും, ഒരു 6 ഇഞ്ചിൻ്റെ ഒരു ലിൻറ്റിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 8 ഇഞ്ച് കഴിഞ്ഞ് ആ ഹൈറ്റിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കർട്ടൻ കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് കർട്ടൻ കാര്യങ്ങളൊന്നും അടിച്ച് അത് ഫിഷർ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഹൈറ്റ് കൊണ്ടുപോയിരിക്കുന്നത്. അതൊരു സ്റ്റാൻഡേർഡ് ഹൈറ്റായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അതിന് മുകളിലാണ് വരുന്നത് നമ്മുടെ ലൈറ്റ് പോയിൻറ്റ് കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഒരുപാട് താഴ്ന്നു പോകും, നമുക്ക് ഒരുപാട് പൊക്കിയും വയ്ക്കാൻ പറ്റില്ല. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലിൻറ്റിലോടും ചേർന്ന് ഒരു 6 ഇഞ്ച് പൊക്കി നമുക്കൊരു ലൈറ്റ് വരുന്ന ആ കല്ലിൻ്റെ പൊഴിയിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഹൈറ്റ് നമുക്ക് കിട്ടും. ഇത്രയാണ് നമ്മുടെ ഒരു ബെഡിൻ്റെ അകത്ത് വരുന്ന പൊസിഷൻ കാര്യങ്ങളും അതിൻ്റെ സ്വിച്ച് ബോർഡുകളും. ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ വലിക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ ഈ ബെഡ്റൂമിൽ നമ്മൾ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സീലിങ്ങിനുള്ള ലൈറ്റ് പോയിൻ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതായത് മോഡിൽ കോൺക്രീറ്റിൻ്റെ അകത്തിടാവുന്ന ബോക്സാണ്. കോൺക്രീറ്റിൻ്റെ അകത്തിരുന്ന ബോക്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അടുത്ത വീഡിയോ കോൺക്രീറ്റിൻ്റെ അകത്തിരുന്ന ബോക്സിനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് എത്ര വാട്ട്സിൻ്റെ ബൾബ് മാക്സിമം അതിൻ്റെ അകത്ത് LED ഇടാം, എത്ര തൊട്ട് എത്ര വരെ മാക്സിമം ഇടാം, പിന്നെ അതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.